ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം നടന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടു. തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഇറാൻ നിശബ്ദരായിരിക്കുന്നു. എന്നാൽ ഹമാസ് നേതാവിൻ്റെ മരണത്തിന് ശക്തമായ തിരിച്ചടിയുമായി മുന്നോട്ടു പോകുകയാണ് ലെബനൻ സായുധ സേനയായ ഹിസബുള്ള. അതിശക്തമായ ആക്രമണമാണ് ഹിസബുള്ള ഇസ്രായേലിനു നേർ നടത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ വടക്കൻ ഇസ്രായേലിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. റോക്കറ്റ്, ഡ്രോൺ സൈറനുകൾ രാവിലെ മുതൽ തന്നെ തുടർച്ചയായി മുഴങ്ങുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസബുള്ള ആക്രമണം ശക്തമാക്കുന്നതോടെ ഇസ്രായേൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെതിരെയുള്ള പ്രതികാര നടപടിക്കുള്ള തുടക്കം മാത്രമാണിതെന്നും ഹിസബുള്ള അറിയിച്ചു. ലെബനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. വ്യോമാക്രമണത്തിനു മുന്നൊരുക്കങ്ങൾ ഹിസബുള്ള നടത്തുന്നതായി ബോധ്യപ്പെട്ടു. അതിനാലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് അധികൃതർ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. ഹിസബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചർ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈനിക വക്താക്കൾ പറഞ്ഞു. തെക്കൻ ലെബനിലാണ് പ്രധാനമായും ആക്രമണം നടത്തിയത്. യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടന്നു. തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. രാജ്യത്ത് എന്തു വില കൊടുത്തും സുരക്ഷിതമെന്നും ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവരെ തിരിച്ചുപദ്രവിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതായി അമേരിക്കയും വ്യക്തമാക്കി. തിരിച്ചടിയായി ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി 300-ലധികം റോക്കറ്റുകൾ ഹിസബുള്ള അയച്ചത്. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ, ഹിസബുള്ള സീനിയർ ജനറൽ ഫൗണ്ടർ ഷുക്കൂർ എന്നിവർ കൊല്ലപ്പെട്ടതോടെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനു മറുപടിയായി ഹിസബുള്ളയും ഹൂതിയും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ കോയിറോയിൽ നടത്തിയ വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഇസ്രായേലും ഹമാസും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. ഗസ, ഈജിപ്ത് അതിർത്തിയിലെ 8 കേന്ദ്രങ്ങളും നിയന്ത്രണം നിലനിർത്താൻ അനുവദിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടു. എന്നാൽ നേരത്തെ അംഗീകരിച്ച വ്യവസ്ഥകളിൽ നിന്ന് ഇസ്രായേൽ കരണം മറിയുകയാണെന്നും ഹമാസ് ആരോപിച്ചു. ഇതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടത് പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചർച്ച പരാജയത്തിനു പിന്നാലെയാണ് ഹിസബുള്ളയും ഇസ്രായേലിനും നേരെ ശക്തമായി ആക്രമണം അഴിച്ചുവിട്ടത്. 32 മിസൈലുകളും ഡ്രോണുകളും വടക്കൻ ഇസ്രായേലിനു നേർക്ക് വർഷിച്ചതായാണ് ഹിസബുള്ള അവകാശപ്പെടുന്നത്.